ഹായ് ഡിയേഴ്സ്, എസ് ജെ ആണ്. ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ഐറ്റം ആണ് ഈ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് ഈ ബ്ലർബ് റൈറ്റിംഗ് എന്ന് കറക്റ്റായിട്ട് പഠിക്കാം. എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക്, ഒരു പുസ്തകത്തിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് ശരിക്കും എന്താ പറയുക ഈ ബ്ലർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പുസ്തകമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് ഈ പുസ്തകത്തിന്റെ പുറകിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ബ്ലർബ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഈ പുസ്തകത്തിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വായനക്കാരനെ ഒന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എഴുതി വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷന് നമ്മൾ എഴുതേണ്ടത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഒരു നല്ല ബ്ലർബിനകത്ത് ഉണ്ടാവേണ്ടത്? ഇത് മുഴുവനും ഉണ്ടാവണമെന്നല്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ബ്ലർബ് എഴുതുന്നത്. ഓപ്പൺസ് വിത്ത് എ കാച്ചി സ്റ്റേറ്റ്മെന്റ്, തുടങ്ങുന്നത് ഒരു കാച്ചി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കണം. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സെന്റൻസ് കൂടി ആയിരിക്കണം. അപ്പീൽസ് ടു ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്, വായനക്കാരന് ഒരു താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലായിരിക്കണം അത് എഴുതുന്നത്. ഏർജസ് ദ റീഡർ ടു ബൈ റീഡ് ഔട്ട് ബുക്ക്, ഈ പുസ്തകം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ ആളുകളെ വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കണം സംഗതി. ഓക്കെ, ഗിവ്സ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ ഓഥർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. ഓഥറിനെ കുറിച്ച്, പബ്ലിക്കേഷനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഈ വർഷത്തെക്കുറിച്ച്, ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പിയേഴ്സ് ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്, വളരെ ചുരുങ്ങിയതിൽ നോക്കി. ഈ ഒരു പുസ്തകം അത്രയും വലിയ തടിയുള്ള പുസ്തകമാണ് അല്ലേ, ഇതിൻ്റെ വളരെ ചെറിയ ഒരു ബ്ലർബാണ്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം അതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഡിസ്ക്രൈബ്സ് എ സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ് വേർ ദ സ്റ്റോറി ബിഗിൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം, എവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ബാക്കി എന്താണെന്ന് വായിക്കാൻ. വാട്ട് ദ സർക്കംസ്റ്റൻസസ് ആർ, എന്തെല്ലാമാണ് സാഹചര്യങ്ങൾ, ഇറ്റ്സ് സോഷ്യോ കൾച്ചറൽ റെലവൻസ് എക്സെട്ര. ഇതൊക്കെയാണ് ഒരു ബ്ലർബിൻ്റെ അകത്ത് സാധാരണ ഉണ്ടാവാറ്. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിനേഷന് ഏത് ബ്ലർബിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. കോമൺ എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റും. നെക്സ്റ്റ്, ദ തീം ഇസ് തോട്ട് പ്രൊവോക്കിംഗ്, ചിന്തിപ്പിക്കുന്ന ഒരു തീമാണ് അതിൻ്റെത്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഇസ് പവർഫുൾ അല്ലേ. നെക്സ്റ്റ്, മസ്റ്റ് റീഡ് എന്നെല്ലാത്തിലും പറയാം നമുക്ക്. എന്തായാലും ഉറപ്പായിട്ടും വായിക്കേണ്ട പുസ്തകമാണ്. ദ ക്യാരക്ടേഴ്സ് ആർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ദ ഓഥറിൻ്റെ തന്നെ മാസ്റ്റർ പീസ് വർക്കാണ് ഇതെന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ബ്ലർബിനകത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നെക്സ്റ്റ്, നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നൊരു ചോദ്യമാണ്. പ്രിപ്പയർ എ ബ്ലർബ് ഓഫ് ദ സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാ പൂർണ്ണദേവി. ആശാ പൂർണ്ണദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്നും ഉള്ള ഒരു ബ്ലർബ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് അവർ തന്നിട്ട് നമുക്കറിയാവുന്നതാണ് ഡീറ്റെയിൽസ് അല്ലേ. നമുക്കറിയാത്ത പുസ്തകമാണെങ്കിൽ അവർ ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരു ബോക്സിനകത്താക്കി തരും. നമ്മൾ ബ്ലർബ് എഴുതുന്നു, മാച്ച് ബോക്സ് നെട്ടിങ് എഴുതി, ആശാ പൂർണ്ണദേവി താഴെ എഴുതി, നേരെ ബ്ലർബിലേക്ക് വരുന്നു. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാ പൂർണ്ണദേവി. ദ തീം ഇസ് തോട്ട് പ്രൊവോക്കിംഗ്. ഇതിന്റെ തീം എന്ന് പറയുന്നത് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അടുത്ത സെന്റൻസ്, നോമിത ഇസ് ദ മെയിൻ ക്യാരക്ടർ, അജിത് ഇസ് ഹസ്ബൻഡ്. നോമിത's life is compared to a matchbox. Ajit is very unkind and cruel towards her. The language used is so powerful and it is the masterpiece of the author. A must-read short story. Matchbox is originally written in Bengali. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ന് വെച്ചാൽ ഒരു എസ്സേ പോലെ ഒന്നും കംപ്ലീറ്റ് കഥയൊന്നും എഴുതി വെക്കരുത്. അതിൻ്റെ തീം പറഞ്ഞു വെക്കുക, അതിലെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഒരു പെട്ടിക്കകത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലർബ് ഇസ് റെഡി.